ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിലെ NSD USDൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൽ ബോട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ SMC ബേസ്ഡ് ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ നമ്മളത് സ്റ്റോപ്പ് ലോസായി കണക്കാക്കിയിട്ടായിരിക്കും പിന്നീട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണിത് ട്രേഡ് ചെയ്യുന്നത് എന്ന് കാര്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇതാണ്, ഇന്നും 300 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ SL അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ SL അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ 0.57400 എന്നുള്ള ഒരു SL ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചേഞ്ച് ഓഫ് കാറ്റർ ഇത് ക്ലോസ് ചെയ്ത് അതിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് കാറ്റർ കിട്ടും. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയ ശേഷം ഇതിന് താഴെ വന്നിട്ട് ഈ പുൾ ബാക്ക് എടുത്ത ശേഷം താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലോസ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് മൂമെൻറ്റ് തന്നെ ഒരു അപ്സൈഡിലേക്ക് ഒരു പുഷ് എന്നിട്ടത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുമ്പോൾ അതിനൊരു 10 പിപ്പെങ്കിലും താഴെ, നമ്മുടെ ഇവിടെ 400 ഏകദേശം ഇതിൻ്റെ ലോ വന്നത് 443 വരെ വന്നിരുന്നു. ഞാൻ ലോ കൊടുത്തിരുന്നത് SL കൊടുത്തിരുന്നത് 4400 അതുകൊണ്ട് നമ്മൾ SL ട്രിഗർ ആവാൻ, അപ്പോൾ ജസ്റ്റ് ഒരു 10 പിപ്പ് മുകളിലോട്ടോ താഴോട്ടോ നമ്മൾ SL കൊടുക്കുമ്പോൾ കയറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയ ശേഷം ഒരു ലോ ഇവിടെ നമുക്കൊരു പുൾ ബാക്ക് നിർണ്ണയ, ആ പുൾ ബാക്കാണ് IDX അല്ലെങ്കിൽ IDM അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്നൊക്കെ പറയും. ഇതാണ് ഇപ്പോൾ ഈ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ IDX എന്ന് പറയും. അപ്പോൾ അതെടുത്ത ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രോങ് ലോ എന്ന് പറയും. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. സ്ട്രോങ് ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ SL ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് കാറ്റർ. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത ശേഷം ഇത് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടാക്കിയ പുൾ ബാക്ക് അല്ലെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ പുതിയ പുൾ ബാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പുൾ ബാക്ക് എടുത്ത ശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇതൊരു ചേഞ്ച് ഓഫ് കാറ്റർ ആവും. പിന്നെ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്കാണ് ട്രേഡ് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് ചേഞ്ച് ഓഫ് കാറ്റർ വന്നിരിക്കുന്നത്. നമ്മൾ സ്ട്രോങ് ലോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള IDX അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. കാരണം IST ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുൾ ബാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് IDX എന്ന് എഴുതാം. അപ്പോൾ ശരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 24 പിപ്പിൻ്റെ ഡിഫറൻസാണ് വരുന്നത്. അപ്പോൾ ബോട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, ബോട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ SL ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ എത്രയാണ്, 0.57.833 ഞാനൊരു 10 പിപ്പ് താഴെ വെച്ചിട്ട് ഒരു ഇതിന് ഇവിടെ 750 ഈ ഇതിൻ്റെ താഴേക്ക് ഏകദേശം ഒരു 57,750 ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, 10 പിപ്പ് താഴെ. അപ്പോൾ നമ്മൾ നോക്കാം, 0.57.750 നമുക്ക് മുമ്പുള്ള സ്റ്റോപ്പ് ലോസ് എത്രയായിരുന്നു, 0.57.400. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ബോട്ടിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ ബൈ സ്റ്റോപ്പ് ലോസ് എന്ന് കാണാം, 57,750 നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SL എന്തായി, ഇവിടെ അപ്ഡേറ്റ് ആയി വരുന്നതാണ്, 57,750 ഇനി 57,750 ആയിരിക്കും നമ്മുടെ പുതിയ SL. അത് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ ചേഞ്ച് ഓഫ് കാറ്റർ നമുക്കൊരു പുൾ ബാക്ക് എടുത്ത ശേഷം വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്ത ശേഷം ഈ ഒരു പുൾ ബാക്ക് എടുത്ത് മുകളിലേക്ക് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചേഞ്ച് ഓഫ് കാറ്റർ ഇത് എവിടെയാണല്ലോ ആ ലോയിലായിരിക്കും. അപ്പോൾ നമ്മുടെ SL അങ്ങോട്ട് അപ്ഡേറ്റ് ആവും. ആ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചറും മാക്സിമം എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡേയിലും അല്ലെങ്കിൽ 4 ഹവറിലൊക്കെ നമുക്കൊരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിൽ കുറച്ച് വിക്കുകളും 4 ഹവറിലുണ്ട്. അതുപോലെ ഡേയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്.
അപ്പോൾ അവിടെയൊക്കെ തട്ടിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത് അതനുസരിച്ച്. ഇപ്പോൾ ഇവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. ഇപ്പോൾ 58,220. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എന്ത് കൊടുക്കാം? ഇവിടെ 58,227 അല്ലെങ്കിൽ 58,200. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ 58,200 ടാർഗറ്റ് റെസിസ്റ്റൻസ് ലെവൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോട്ട് പിന്നെ ട്രേഡ് എടുക്കില്ല. പിന്നെ നമ്മൾ റീസെറ്റ്, ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. റീസെറ്റ് ഓളോ, റീസെറ്റ് സെല്ലോ, റീസെറ്റ് ബൈയോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിൻ്റെ ടാർഗറ്റ് അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും വീണ്ടും അത് ട്രേഡ് എടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് ബോട്ട് പിന്നെ വന്നിരിക്കുന്ന. ഇനി ഇപ്പോൾ 50 മിനിറ്റിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുന്നത്. ഇനി ഇങ്ങനെ ജസ്റ്റ് വന്ന ശേഷം അതിപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ പോയി, പക്ഷെ ഇതിൻ്റെ ലോ IST അല്ലെങ്കിൽ ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അവിടെ ഈക്വൽ ലോ ആണ്. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന ശേഷം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് SL വരുന്നത്. അല്ല ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ ഇത് ഈ ഒരു സെയിം തന്നെ താഴേക്ക് വന്നു, പിന്നീട് താഴേക്ക് വീണ്ടും താഴേക്ക് വന്ന് ഒരു ഹൈ ഉണ്ടാക്കിയ ശേഷം താഴേക്ക് വരികയാണെങ്കിൽ ഇതിവിടെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? SL നമ്മൾ ഹിറ്റാവും. SL ഹിറ്റായ ശേഷം നമ്മൾ നോക്കില്ല, ജസ്റ്റ് അപ്പം തന്നെ ട്രേഡ് എടുക്കില്ല. നമ്മൾ പിന്നെ സ്ട്രക്ചർ കൺഫേം ആയ ശേഷം മാത്രം, കാരണം മാർക്കറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവും അവിടെ. നമ്മുടെ സ്ട്രക്ചർ കൺഫേം ആയ ശേഷം മാത്രം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ ഇവിടെ നമുക്കിവിടെ ഹിറ്റായി ഇങ്ങോട്ട് വന്നെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വിക്ക് വന്ന് നമ്മുടെ വിക്ക് എടുത്ത് അല്ലെങ്കിൽ SL എടുത്ത് വിചാരിക്കുക. ആ സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ബോഡി ക്ലോസ് കിട്ടി ആ സമയത്തിന് നമ്മൾ സെല്ല് എൻട്രിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും ലോസ് ആയിരിക്കും. കാരണം ഇത്രയും ട്രേഡുകളിൽ നമുക്ക് SL അടിക്കുന്ന ഉറപ്പാണ്. കാരണം എന്താണ്? ഇത് ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. അപ്പോൾ ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ എടുത്ത ശേഷമായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ എങ്ങനെ കിട്ടുക? നമ്മുടെ ലെവൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എങ്കിൽ അതിന് താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ശേഷം ബോഡി ക്ലോസ് ചെയ്ത ശേഷം റീസൺ ഉണ്ടാക്കിയിട്ടുള്ള പുൾ ബാക്ക്, ചിലപ്പോൾ താഴെ ആയിരിക്കും പുൾ ബാക്ക് ഉണ്ടാക്കുന്നത്. റീസൺ ഉണ്ടാക്കിയ പുൾ ബാക്കിന് എടുത്ത ശേഷം താഴേക്ക് ഇതിനെ സ്ട്രക്ചർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയാൽ നമുക്ക് കൺഫേം ചെയ്യാം. അത് ഇനി വരുന്ന ഡൗൺ ട്രെൻഡിലേക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരെ ബോട്ടിലേക്ക് വരിക, ബോട്ട് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ബൈ എന്നുള്ളത് സെൽ ഓൺലി ആക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ സെല്ല് ഏതുവരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നോക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ആ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ലിക്വിഡിറ്റി, ഈ ഒരു ഏരിയയിലാണ് ലിക്വിഡിറ്റി എന്ന് വിചാരിക്കുക. ഇവിടെയാണ് വിചാരിക്കുക. ഇവിടെയാണെങ്കിൽ നമ്മൾ 56,800 എന്ന് കൊടുക്കുക. അപ്പോൾ 56,800 ഇവിടെ സപ്പോർട്ട് ലെവൽ 56,800 കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ്, സെൽ സ്റ്റോപ്പ് ലോസ് എത്രയാണത്? സെൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ സഹായിച്ച ലോയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു 56,467 അതും കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ SL അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രക്ചർ നമ്മൾ എപ്പോഴാണോ മാറുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഹൈ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഡൗണിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം നമ്മൾ വീണ്ടും SLങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് ട്രേഡ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ തീർച്ചയായും ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് അതിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നോ അല്ലെങ്കിൽ നമ്മൾ SL ഹിറ്റായോ അല്ലെങ്കിൽ മുകളിലേക്കാണോ പോകുന്നതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു SMC ബേസ്ഡ് അല്ലെങ്കിൽ SMC ബേസ്ഡ് മാത്രമല്ല, നിങ്ങൾക്കൊരു ഹൈ ആൻഡ് ലോ നിങ്ങൾക്ക് കൺഫേം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടാണ്. അപ്പോൾ ഇതിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല, ഫുള്ള് നമ്മൾ സ്ട്രക്ചർ നമ്മൾ നോക്കിയ ശേഷം നമ്മൾ കൺഫേം ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ അതനുസരിച്ച് ട്രേഡ് ഓട്ടോമാറ്റിക്കായി എടുത്തോളും. അപ്പോൾ അതാണ് ഇതിൽ മെച്ചം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കത് ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറിൽ ഓപ്പൺ ചെയ്ത ആൾക്കൊക്കെ തീർച്ചയായും ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്കുകൾ ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.